വമ്പൻ വിജയം നേടി മുന്നേറുകയാണ് ഉണ്ണിമുകുന്ദൻ ഹനീഫ് അദേനി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം മാർക്കോ. കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് വിദേശ രാജ്യങ്ങളിൽ വരെ മികച്ച മുന്നേറ്റമാണ് ചിത്രം നേടുന്നത്. ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ തന്നെ OTT റിലീസ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ചിത്രം ഏത് OTT പ്ലാറ്റ്ഫോമിലെത്തും, എന്നു മുതൽ സ്ട്രീം ചെയ്യും തുടങ്ങിയ ചർച്ചകൾ സജീവമായിരുന്നു. തിയേറ്ററിൽ കണ്ടവരും കാണാത്തവരുമെല്ലാം മാർക്കോയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ മാർക്കോയുടെ OTT റിലീസ് സംബന്ധിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമുമായും കരാറായിട്ടില്ല എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത്. മാർക്കോ എന്ന ചിത്രം തിയേറ്റർ കാഴ്ചയാണ് ആവശ്യപ്പെടുന്നതെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിനോടകം 100 കോടി ക്ലബ്ബിലെത്തിയ ചിത്രം കുതിപ്പ് തുടരുകയാണ്. വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ മലയാളം കളക്ഷൻ തന്നെ വലിയ തുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാളം പതിപ്പ് മാത്രമായി 41 കോടി രൂപയിലധികം നേടിയെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മാർക്കോ ആഗോളതലത്തിലും വമ്പൻ വിജയം സ്വന്തമാക്കി കഴിഞ്ഞു. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ആദ്യ സോളോ 100 കോടി ബോക്സ് ഓഫീസ് എന്ന പ്രത്യേകതയും മാർക്കോയ്ക്കുണ്ട്. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും ചിത്രം നേടിക്കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.